Hi guys, it's me, the Mallu Banker. So in this video, I thought of sharing my general awareness class-based strategy for SBA clerk mains. As you all know that SBA clerk mains will be on 10th and 12th April and my exam is on 10th April. So comment down your exam dates so that we can know each other. അപ്പോൾ എല്ലാവരും SBA ക്ലർക്കിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയും വളരെ കുറവ് ദിവസങ്ങൾ മാത്രമേ നമ്മളുടെ മുൻപിലുള്ളൂ. അപ്പോൾ ബാക്കി എല്ലാ സബ്ജക്ട്സിനെയും അപേക്ഷിച്ചിട്ട് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള ഒരു ഏരിയ ആണ് ജനറൽ അവയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഈ ദിവസങ്ങളിൽ എങ്ങനെ സ്മാർട്ടായിട്ട് പഠിച്ചാൽ ഈ പോർഷൻസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് നമുക്ക് ജനറൽ അവയർനെസ്സിന് മാക്സിമം മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചിട്ടാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ പെയ്ഡ് PDF ആണെങ്കിലും അതുപോലെ തന്നെ ഫ്രീ PDF ആണെങ്കിലും ഏതൊക്കെ അവൈലബിൾ ആവണം എന്നുണ്ടെങ്കിലും ജസ്റ്റ് മെയിൽ ചെയ്യുകയോ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ PDFസും ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്കും ലഭിക്കുവാൻ വേണ്ടിയിട്ട് ടെലിഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജനറൽ അവയർനെസ് എന്ന് പറയുന്നത് എന്താണ്, പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ പഠിച്ചു തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ബട്ട് അതൊന്നും പഠിക്കാതെ ലാസ്റ്റ് മിനിറ്റ് വേണ്ടി വെച്ചേക്കുന്നവർ, അതുപോലെ തന്നെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാതെ ഇരുന്നവർ, അങ്ങനെ പല ആൾക്കാർ കാണും. അപ്പോൾ അവരൊക്കെ എങ്ങനെ വേണം ഇനിയുള്ള ദിവസങ്ങളിൽ വളരെ സ്ട്രാറ്റജിക്കലായിട്ട് പഠിച്ചിട്ട് ജനറൽ അവയർനെസ്സിനെ അപ്രോച്ച് ചെയ്യണമെന്ന് പറയാം. നമുക്ക് പറയുന്നത് 6 months കറണ്ട് അഫെയർസ് ആണ് എങ്കിലും ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവർ ഓൾമോസ്റ്റ് 3 months കറണ്ട് അഫെയർസ് മാത്രം നോക്കിയാൽ മതിയാകും. 3 months കറണ്ട് അഫെയർസ് നോക്കിയിട്ട് ബാക്കി ടൈം ഉണ്ടെങ്കിൽ ബാക്കി നവംബറിലെയും ഡിസംബറിലെയും ബാങ്കിങ് അവയർനെസ് മാത്രം നോക്കിയാൽ മതി. അതല്ലാതെ ബാക്കി എല്ലാം കൂടി നോക്കാൻ പോവരുത്, കാരണം നമുക്ക് ടൈം കിട്ടുകയില്ല. എന്ത് പഠിക്കുകയാണെങ്കിലും ഒരു സോഴ്സ് ഫോളോ ചെയ്തിട്ട് ആ സോഴ്സിന് മൾട്ടിപ്പിൾ റിവിഷൻ ചെയ്യാൻ ശ്രമിക്കുക. അതല്ലാതെ പല സോഴ്സസിൽ നിന്ന് പഠിച്ചിട്ട് ഫുൾ ടെൻഷൻ ആക്കരുത് ഈ അവസാന നിമിഷത്തിൽ. സോ ഇപ്പോൾ ഞാൻ ഫോളോ ചെയ്യുന്നത് അഫെയർസ് ക്ലൗഡാണ്. അപ്പോൾ ആ ഒരു അഫെയർസ് ക്ലൗഡ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ വേറൊരാളുടെ വീഡിയോ കണ്ടു, അവർ സ്റ്റഡി IQ പഠിക്കുന്നു എന്ന് പറയുന്നു, ആണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. അങ്ങനെ ലാസ്റ്റ് മിനിറ്റ് റഷ് കൊണ്ടുവരരുത്. നിങ്ങൾ ഏതാണോ ഫോളോ ചെയ്യുന്നത് അതിനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ക്വിസസ് മൾട്ടിപ്പിൾ ഫോംസിൽ നിന്നും മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ നിന്നും ക്വിസും അതുപോലെ തന്നെ MCQ ക്വസ്റ്റ്യൻസും ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്ന PDF ഒരെണ്ണം തന്നെ വെക്കുക. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ വീക്ക്ലി PDFs ആണ് പഠിക്കുന്നത്. സോ വീക്ക്ലി PDFസിൽ ഞാനിപ്പോൾ ജാനുവരി ആണ് കംപ്ലീറ്റ് ചെയ്തതെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്ക് ഉണ്ട്, സെക്കൻഡ് വീക്ക് ഉണ്ട്, തേർഡ് വീക്ക് ഉണ്ട്, ഫോർത്ത് വീക്ക് ഉണ്ട്. എന്ത് ചെയ്യുക, ഫസ്റ്റ് വീക്ക് കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് വീക്കിൽ തന്നെ ഏതൊക്കെ വേണം പഠിക്കാൻ, നാഷണൽ അഫെയർസ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ അഫെയർസ്, ഇക്കണോമി ആൻഡ് ബിസിനസ്, ദെൻ അക്വിസിഷൻ ആൻഡ് മെർജേഴ്സ്, ദെൻ ബാങ്കിങ് ആൻഡ് ഫിനാൻസ്. ഇത്രയും ഏരിയാസാണ് ഞാൻ പഠിക്കുന്നത്. അതല്ല എങ്കിൽ ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ പഠിക്കേണ്ടത്. ഇത്രയും ഏരിയാസ് ആ ഒരു ഫസ്റ്റ് വീക്കിൽ നിന്ന് പഠിക്കുക. അതല്ലാണ്ട് അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷൻ, ഇമ്പോർട്ടൻറ്റ് ഡേയ്സ്, സ്പോർട്സ്, എൻവയോൺമെൻറ്റ്, ഇതൊക്കെ നമ്മൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനും അതൊന്നും ഇപ്പോൾ പഠിക്കുന്നില്ല, കാരണം മുൻപ് ഞാനും അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ടൈം വളരെ കുറവാണ്. അതുകൊണ്ട് ഇത്രയും ടോപ്പിക്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അഫെയർസ് ക്ലൗഡ് ടോപ്പ് 60 MCQs എന്നുള്ള ആ ഒരു PDFs നിർത്തലാക്കിയിട്ടുണ്ട്. നേരത്തെ അത് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, ഇത്രയും ഏരിയാസ് പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുക, യൂട്യൂബ് വീഡിയോ അവൈലബിൾ ആണ് അഫെയർസ് ക്ലൗഡിൻ്റെ ടോപ്പ് 60 MCQsൻ്റെ. ആ വീഡിയോ കാണുക. അത് കാണുക. ദെൻ ഞാൻ ഉപയോഗിക്കുന്ന 2 സോഴ്സസാണ് അഫെയർസ് ക്ലൗഡിൻ്റെ വീഡിയോ സോഴ്സും അതുപോലെ തന്നെ ഒലിവ് ബോർഡിൻ്റെ വീഡിയോ സോഴ്സും. ഒലിവ് ബോർഡിൻ്റെയും അപ്പോൾ വീക്ക്ലി പഠിക്കുന്നത് കൊണ്ട് തന്നെ പല പ്ലാറ്റ്ഫോംസും വീക്ക്ലി പ്രൊവൈഡ് ചെയ്യുന്നത് കുറവാണ്. സോ അതുകൊണ്ട് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അഫെയർസ് ക്ലൗഡിൻ്റെ വീക്ക്ലിയും അവൈലബിൾ ആണ്, ഒലിവ് ബോർഡിൻ്റെ വീക്ക്ലിയും അവൈലബിൾ ആണ്. ഒലിവ് ബോർഡിൽ ശീതൽ ശർമ്മ മാമാണ് പഠിപ്പിക്കുന്നത്. നല്ല അത്യാവശ്യം മനസ്സിലാവുന്ന ക്ലാസ്സാണ്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പറയുകയാണെങ്കിൽ അതിൻ്റെ കൂടെയുള്ള ബാക്കി ഡീറ്റെയിൽസും പറഞ്ഞു തരുമ്പോൾ നമ്മൾക്കത് റീറ്റെയിൻ ചെയ്ത് വെക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. സോ എന്ത് ചെയ്യുക, ഒരു ജാനുവരി ഫസ്റ്റ് വീക്കാണ് പഠിക്കുന്നതെങ്കിൽ നിങ്ങൾ അഫെയർസ് ക്ലൗഡിൻ്റെ PDFs പഠിക്കുക. ദെൻ അഫെയർസ് ക്ലൗഡിലെ വീക്ക്ലി വീഡിയോസ് കാണുക. ദെൻ ഒലിവ് ബോർഡിലെ വീക്ക്ലി വീഡിയോസ് കാണുക. ദെൻ പ്രാക്ടീസ് മോക്കിൽ ക്വിസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ജാനുവരി ആണെങ്കിലും ഫെബ്രുവരി ആണെങ്കിലും ഇപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്കിന് തന്നെ 2 സെറ്റ് ക്വിസസ് അവൈലബിൾ ആണ്. ആ ക്വിസസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയും പഠിച്ചതും ആകും, അതിൻ്റെ ഒരു പ്രാക്ടീസും നമ്മൾക്ക് ഫ്രീ ആയിട്ട് അവൈലബിൾ ആവുന്നതായിരിക്കും.
ദെൻ നെക്സ്റ്റ് ഉള്ളതാണ് അഡ്ഡ. അഡ്ഡയിൽ ഞാൻ കഴിഞ്ഞ ദിവസം ടെലിഗ്രാമിൽ ഒരു കോഡ് പ്രൊവൈഡ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് മെയിൻസിന് വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റ് SBIക്ക് വേണ്ടിയിട്ട് അവൈലബിൾ ആകും എന്ന് പറഞ്ഞ്. അപ്പോൾ അത് യൂസ്ഫുൾ ആക്കി കാണും പലരും. അപ്പോൾ ഞാനത് എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് നിങ്ങൾക്കും ഷെയർ ചെയ്തത്. അതിൽ നമുക്ക് വീക്ക്ലി ക്വിസസ് അവൈലബിൾ ആണ്. ഇപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്കിൻ്റെ ക്വിസ് എടുക്കുക, അത് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾക്ക് ഒരു വീക്ക്ലി PDF കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരു 3 മണിക്കൂറൊക്കെ ഒരു വീക്ക്ലി PDF മാക്സിമം വേണ്ടി വരികയുള്ളൂ. കാരണം നമ്മൾ ഇത്രയും ഏരിയാസ് മാത്രമാണല്ലോ ഫോക്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വീഡിയോ 2x സ്പീഡിലിട്ട് 2 വീഡിയോസും കണ്ടതിന് ശേഷം ക്വിസസും കൂടെ ചെയ്യുമ്പോൾ ബാക്കി നമ്മൾ ഇപ്പോൾ കണ്ടിട്ടില്ലാത്ത ഇമ്പോർട്ടൻറ്റ് ഡേയ്സിലെ ആണെങ്കിലും അവാർഡ്സ് ആൻഡ് റെക്കഗ്നീഷനിലെ ആണെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണെങ്കിൽ അത് നമുക്ക് പലതവണ കണ്ടു കഴിയുമ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഞാൻ അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആക്ച്വലി ഇപ്പോൾ ഫ്രാങ്കായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ജാനുവരി കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ. ഇനി എനിക്ക് ഫെബ്രുവരിയും മാർച്ചും ഉണ്ട്. സോ അതുപോലെ പലരും അങ്ങനെയൊക്കെ തന്നെ ഉള്ളവരായിരിക്കാം ഉള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ ബാക്കി സബ്ജക്ട്സും പഠിക്കുമ്പോൾ ടൈം വളരെ കുറവായിരിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ മോക്സ് നമ്മൾ ചെയ്യണം. ഓക്കെ, നിങ്ങൾ മോക്ക് എന്താണ് ഡെയിലി ബേസിസിൽ നമുക്ക് ഫുൾ ലെങ്ത് മോക്ക് ചെയ്യാൻ പറ്റുകയില്ല. സോ ഡെയിലി ബേസിസിൽ സെക്ഷണൽസിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഫുൾ ലെങ്ത് ഒരു 2 ദിവസത്തിൽ ഒരെണ്ണം എന്നുള്ള രീതിയിൽ ചെയ്താൽ മതിയാവും. അപ്പോൾ ബാക്കി സബ്ജക്ട്സിനെ കുറിച്ചിട്ടൊക്കെയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ, അതുപോലെ തന്നെ ഞാൻ എന്താണ് ഇനിയുള്ള ദിവസങ്ങളിൽ ചെയ്യുന്നത്, അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറെ വീഡിയോ പിന്നീട് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ ജനറൽ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ചെയ്തത്. ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോൾ ഞാൻ പറയുന്ന രീതി അല്ലാതെ നിങ്ങൾ ഫോളോ ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിൽ ഉറപ്പായിട്ടും അത് തന്നെ ഫോളോ ചെയ്യണം. ഒരിക്കലും ഈ ലാസ്റ്റ് മിനിറ്റിൽ എന്താണ് നിങ്ങൾ യൂസ് ചെയ്യുന്ന സോഴ്സ് മാറ്റാൻ ശ്രമിക്കരുത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്ക് RRBയുടെ ടൈമിൽ ഞാൻ ഇതുപോലെ പലരുടെ വീഡിയോസ് കണ്ടു, ഇത് കണ്ടു, ഫുൾ കൺഫ്യൂഷൻ ആയിപ്പോൾ എന്ത് ചെയ്യണം എന്നറിയില്ല. ഓക്കെ, ആദ്യം വീക്കിലി എടുക്കുന്നു, അപ്പോൾ ചിലരുടെ വീഡിയോയിൽ പറയുന്നു മന്ത്ലി പഠിക്കാൻ പറയുന്നു, ദെൻ വീക്കിലി മാറ്റിയിട്ട് മന്ത്ലി പഠിക്കുന്നു, ദെൻ അത് കഴിഞ്ഞിട്ട് പറയുന്നു സ്റ്റഡി ഐക്യു നല്ലതെന്ന് പറയുന്നു, അങ്ങോട്ട് പോകുന്നു, ദെൻ സ്മാർട്ട് കിഡ നല്ലതെന്ന് പറയുന്നു. അങ്ങനെ പല സോഴ്സസ് വരും. ഓക്കെ, നിങ്ങൾ ഏത് സോഴ്സാണ് ഫോളോ ചെയ്യുന്നതെങ്കിലും ആ സോഴ്സിനെ മാക്സിമം എന്ത് ചെയ്യുക, അതിനെ ഒരു റിവൈസ് ചെയ്തൊരു 2 തവണയൊക്കെ റിവൈസ് ചെയ്യാൻ പാകത്തിന് എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇത് എല്ലാ സോഴ്സിലും പറയുന്ന ഡീറ്റെയിൽസ് ഒന്ന് തന്നെയാണ്, അത് പല ഫോമിൽ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ SBI ആണെങ്കിൽ പോലും നമ്മൾക്ക് 1 ലൈനർ ക്വസ്റ്റ്യൻസ് അല്ലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മോക്ക് ചെയ്തപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കണ്ടു, എന്താണ് ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള ഒരു എന്താണ് ഒരു 60th ടൈ. ഓക്കെ, അങ്ങനെ ഒരു ന്യൂസ് കണ്ടു. അതിലെ ഫുൾ കാര്യങ്ങൾ ഞാൻ പഠിച്ചതായിരുന്നു. ബട്ട് ക്വസ്റ്റ്യൻ കണ്ടത്, മോക്കിൽ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു എന്താണ് ഫ്ലവേഴ്സ്, ഏതൊക്കെ ഫ്ലവേഴ്സാണ് അതിൽ യൂസ് ചെയ്തതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇറലവൻ്റ് ആയിരിക്കും എന്ന് കരുതുന്ന കാര്യമായിരിക്കും മേ ബി ക്വസ്റ്റനേഴ്സിന് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നത്. ഓക്കെ, ബാക്കി ഞാൻ എന്താണ് സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റ് ആരാണ്, അപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റും സിംഗപ്പൂരിൻ്റെ പ്രസിഡന്റുമാണ് ടൈ ചെയ്തത്, എന്താണ് കമ്മമറേറ്റീവ് കോയിൻ ഇറക്കി, അങ്ങനെ പല കാര്യങ്ങൾ, അതെല്ലാം ഞാൻ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതെല്ലാം പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ക്വസ്റ്റ്യൻ വന്നപ്പോൾ എന്ത് വന്നു, ഏതാണ് ആ യൂസ് ചെയ്ത ഫ്ലവേഴ്സ് ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും എക്സാമിന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടൈം എഴുതുന്നവർക്ക് ഇതറിയില്ല, ജസ്റ്റ് 1 ലൈനേഴ്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതിയെന്ന് വിചാരിക്കും. പക്ഷേ അല്ല, നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും ഇപ്പോൾ 2 മാസമേ പഠിച്ചിട്ടുള്ളൂ എങ്കിലും ആ 2 മാസം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാം കൂടെ പോയി ഒന്ന് ജസ്റ്റ് ടച്ച് ചെയ്തിട്ട് വരാം, ഇപ്പോൾ ഞാൻ 6 മാസം ടച്ച് ചെയ്തു എന്നുള്ള ഒരു മനസ്സംതൃപ്തിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് 6 മാസം പോയി പഠിക്കാം. ബട്ട് നമുക്ക് ആ ഒരു എക്സാം ടൈമിൽ അത് ഹെൽപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏത് ഏരിയ ആണോ പഠിക്കുന്നത് ആ പഠിക്കുന്നതിന് നല്ല ഫുൾ ഫോക്കസ് കൊടുത്ത് അതിൽ നിന്ന് മൾട്ടിപ്പിൾ സോഴ്സസ് യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു ക്വിസ് അറ്റംപ്റ്റ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റിയത്. ഓക്കെ, അപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് അല്ല, പല പ്ലാറ്റ്ഫോമിൽ നിന്ന് ചെയ്യുമ്പോൾ ആ ഒരു ക്വസ്റ്റ്യനെ തന്നെ അവരെന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്ത് പല രീതിയിലായിരിക്കും ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാ ഏരിയയിലോട്ടും നമ്മുടെ ഫോക്കസ് പോകാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.